ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പാണ് കേട്ടോ. ഇതിങ്ങനെ കുറ്റിയായിട്ട് ആകെ ഒരു കുറ്റിക്കാട് പോലെ വളർന്നു വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 3-4 കൊല്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് വളർന്നു വരാനായിട്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഈ കറിവേപ്പിനെ 3-4 കൊല്ലത്തിനുള്ളിൽ ഇതുപോലെ വളർത്തിയെടുത്തതെന്നാണ്. വീട്ടിൽ കൊറോണയുടെ സമയത്താണ് ഒരു തൈ അച്ഛൻ കൊണ്ടുവന്ന് റിങ്ങിൻ്റെ അകത്ത് വെച്ചത്. പലപ്പോഴായിട്ട് ഞങ്ങൾ നിലത്ത് കറിവേപ്പിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. പക്ഷേ റിങ്ങിൽ വെച്ചപ്പോൾ കാണിച്ച വളർച്ചയൊന്നും നിലത്ത് വെച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് കറിവേപ്പിന് എപ്പോഴും ഒരു ഇടുങ്ങിയ സ്ഥലത്ത് നടുന്നതാണ് നല്ലത്. നിലത്ത് പരീക്ഷിച്ച് തോറ്റവരാണെങ്കിൽ ഇനി നടുമ്പോഴത്തേക്ക് റിങ്ങിലോ ബക്കറ്റിലോ അതുപോലെ ഇടുങ്ങിയ ഏതെങ്കിലും സ്ഥലത്തിൽ നട്ടൊന്നും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ നമ്മൾ കറിവേപ്പ് പോകാതിരിക്കാനായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവസാനം കറിവേപ്പ് നശിച്ചു പോകും. വേറൊന്നുമല്ല, 1-2 തണ്ട് മാത്രം ഇതുപോലെ ഒടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ കറിവേപ്പ് ഉറപ്പായിട്ടും നശിച്ചു പോകും. പകരം കറിവേപ്പിൻ്റെ തണ്ടിൻ്റെ താഴത്തുനിന്ന് ഇതുപോലെ വേണം ഒടിച്ചെടുക്കാൻ. ഒടിച്ചെടുത്ത തണ്ടിൻ്റെ അവിടെ നിന്ന് പിന്നെയും 1-2 ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസിനെ വളരാൻ വിടണം. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ വീണ്ടും ഒടിച്ചെടുക്കുക. അപ്പോൾ അവിടുന്ന് വീണ്ടും വീണ്ടും ബ്രാഞ്ചസ് വരും. അങ്ങനെ അതൊരു കുറ്റി മരമായിട്ട് മാറും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂര്യപ്രകാശം. കറിവേപ്പിന് എപ്പോഴും 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം കിട്ടണം. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിക്ക് ഇതുപോലെ വളർന്നു വരത്തുള്ളൂ. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കറിവേപ്പിൻ്റെ നീർവാർച്ച. അതായത് നല്ലപോലെ വെള്ളം ഊർന്നു പോകുന്ന മണ്ണിൽ വേണം കറിവേപ്പ് നടാനായിട്ട്. വെള്ളം കെട്ടിക്കിടന്നാൽ ഈ ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകും. കറിവേപ്പ് നടാൻ എടുക്കുന്ന പോട്ടിംഗ് മിക്സിൽ മണലോ ചരലോ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഡ്രെയിനേജ് കിട്ടും. അങ്ങനെ ആകുമ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കിട്ടും. പിന്നെ കറിവേപ്പിൻ്റെ വളപ്രയോഗമാണ്. കറിവേപ്പിന് അധികം വളമൊന്നും വേണ്ടാത്ത ചെടിയാണ്. മാസത്തിൽ 1-2 വട്ടം ഇവിടെ അടുക്കളയുടെ വേസ്റ്റ് വരുന്ന വെള്ളം മാത്രമേ ഒഴിക്കാറുള്ളൂ. 3 മാസത്തിലൊരിക്കൽ പുളിപ്പുള്ള എന്തെങ്കിലും കൂടെ ഒഴിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ.